IPL പഞ്ചാബ് കിങ്സിനെതിരായ അടുത്ത പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി സഞ്ജു സാംസൺ മടങ്ങിയെത്തുമെന്നത് ഉറപ്പായി. ഇതിനെ തുടർന്ന് ആരാധകർ വലിയ ആവേശത്തിലാണിപ്പോൾ. ശനിയാഴ്ച രാത്രി 7:30 പഞ്ചാബിന്റെ തട്ടകമായ ചണ്ഡീഗഡിൽ മഹാരാഷ്ട്ര യദവീന്ദ്ര സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ പോരാട്ടം നടക്കുന്നത്. റോയൽസിന് വേണ്ടി ഇനിയുള്ള മത്സരങ്ങളിൽ വിക്കറ്റ് സൂക്ഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രേയസിന് BCCIയുടെ ക്ലിയറൻസ് ലഭിച്ചിരുന്നത്. ഇതോടെ വിക്കറ്റ് കീപ്പിംഗിനൊപ്പം നായക സ്ഥാനവും അദ്ദേഹം തിരിച്ചുവാങ്ങി. ആദ്യ 3 മത്സരങ്ങളിലും റിയാൻ പരാഗ് ആയിരുന്നു റോയൽസ് ക്യാപ്റ്റനായിരുന്നത്. സഞ്ജു ഇവയിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി ഓപ്പണിൽ കളിച്ചു. മാത്രമല്ല ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ള മടങ്ങി വരവ് പഞ്ചാബിനെതിരെ ഗംഭീര ഇന്നിംഗ്സോടെ തന്നെ ആഘോഷിക്കാനായിരിക്കും സഞ്ജുവിന്റെ പ്ലാൻ എന്നത്. ഒപ്പം ശ്രേയസ് അയ്യർക്ക് കീഴിൽ അതിവേഗ കുതിപ്പ് നടത്തുന്ന പഞ്ചാബിനെ പിടിച്ചുകെട്ടുകയെന്ന ദൗത്യം കൂടി നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ ഈ കളിയിൽ സഞ്ജു കുറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിലനിൽക്കുന്നത്. IPL സഞ്ജു സാംസണിന് ബാറ്റ് ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള എതിരാളികളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് എന്ന ടീം. അവർക്കെതിരെ കിടിലൻ റെക്കോർഡാണ് ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. അതിനാൽ വലിയ ആത്മവിശ്വാസത്തോടെയായിരിക്കും സഞ്ജു ഈ മത്സരങ്ങളിൽ ഇറങ്ങുവാൻ പോകുന്നത്. പഞ്ചാബിനെതിരെ ഇതുവരെ 22 മത്സരങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത്. ഇവയിൽ 37.9 ശരാശരിയിൽ 720 റൺസും സ്കോർ ചെയ്തിരുന്നു. 143.4 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന് സ്വന്തമായിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 2 ഫിഫ്റ്റികളും അദ്ദേഹം നേടി. 2021 IPLിലായിരുന്നു 119 റൺസുമായി പഞ്ചാബിനെ സഞ്ജു പരാജയപ്പെടുത്തിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ കളിയിൽ റോയൽസ് 4 റൺസിന് പൊരുതി തന്നെ വീണു. സഞ്ജുവിന്റെ വൺ മാൻ ഷോയ്ക്ക് അന്ന് ടീമിനെ രക്ഷിക്കുവാനായി കഴിഞ്ഞിരുന്നുമില്ല. 222 റൺസിന്റെ വലിയ വിജയലക്ഷ്യമായിരുന്നു റോയൽസിന് KL രാഹുൽ നയിച്ച പഞ്ചാബ് പ്രധാനമായിട്ടും നൽകിയിരുന്നത്. എന്നാൽ 7 വിക്കറ്റിന് 217 റൺസിന് റോയൽസ് അവരുടെ പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. 63 ബോളിൽ 12 ഫോറും 7 സിക്സറും അടക്കമാണ് സഞ്ജു 119 റൺസ് കൂടുതലും നേടിയത്. കളി തോറ്റെങ്കിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അന്ന് താരം നേടുകയുണ്ടായി. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ സീസണിൽ മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ കൂടുതലും കാണപ്പെടുന്നത്. 3-ാം നമ്പർ വിട്ട് അദ്ദേഹം ഇത്തവണ ഓപ്പണിംഗിലേക്ക് മാറി. 3 മത്സരങ്ങളിൽ നിന്നും 154.68 സ്ട്രൈക്ക് റേറ്റോടെ 99 റൺസ് സഞ്ജു സ്കോർ ചെയ്യുകയും ചെയ്തു. ഒരു ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിലാണ് 66 റൺസോടെ അദ്ദേഹം തിളങ്ങിയിരുന്നത്. എന്നാൽ റിയാൻ പരാഗിന് കീഴിൽ അത്ര മികച്ച പ്രകടനമല്ല ആദ്യത്തെ 3 കളിയിലും റോയൽസ് പ്രകടിപ്പിച്ചിരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള അവസാന മത്സരം ജയിച്ചിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ പല പിഴവുകളും അദ്ദേഹത്തിന് സംഭവിച്ചു. പക്ഷേ ഇനി സഞ്ജു തിരിച്ചെത്തുന്നതോടെ റോയൽസിന്റെ ശക്തമായ മടങ്ങിവരവും IPLിൽ കാണാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം.